ഇടുക്കി ചൊക്രമുടിയിൽ അനധികൃതമായി നിർമ്മിച്ച തടയണ മൂടണമെന്നാവശ്യപ്പെട്ട് ചൊക്രമുടി സംരക്ഷണ സമിതി നൽകിയ പരാതിയിൽ നടപടി. ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ബൈസൺ വാലി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. മലമുകളിൽ നിന്നും ഒഴുകിവരുന്ന നീർച്ചാലിലെ വെള്ളം സംഭരിക്കാൻ 20 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലും 4 മീറ്റർ ആഴത്തിലുമാണ് തടയണ നിർമ്മിച്ചത്. ചൊക്രമുടി മലയുടെ താഴ്ഭാഗത്തെ ആദിവാസി കുടികളിൽ ഉൾപ്പെടെ താമസിക്കുന്നവർക്ക് തടയണ ഭീഷണിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. 5 മാസം മുമ്പ് മഴയിൽ തടയണയുടെ ഒരു ഭാഗം തകർന്നു. മലമുകളിലെ തടയണ താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഭീഷണിയാണെന്ന് വ്യക്തമായിട്ടും ഇത് മൂടുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കാതെ വന്നതോടെയാണ് ചൊക്രമുടി സംരക്ഷണ സമിതി പരാതിയുമായി രംഗത്തെത്തിയത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. തടയണ മൂടുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിവരം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്ലാൻ അനുസരിച്ച് റെഡ് സോണിൽ ഉൾപ്പെടുന്ന ചൊക്രമുടിയിൽ പാറക്കൂട്ടങ്ങൾ, നീർച്ചാലുകൾ എന്നിവ നശിപ്പിച്ചതായി ഉത്തരമേഖല IG K. സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ചൊക്രമുടിയിലെ വിവാദ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി കാട്ടുമരങ്ങളും നീലക്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള ജൈവസമ്പത്തും നഷ്ടപ്പെട്ടതായും അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 7 മീറ്റർ വീതിയിൽ 1.5 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിക്കുകയും ഭൂമി പ്ലോട്ടുകളായി തിരിച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് ഇളക്കുകയും ചെയ്തതോടെയാണ് ചൊക്രമുടിയിലെ നീലക്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള ജൈവസമ്പത്ത് നശിച്ചത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ബൈസൺ വാലി പഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൃത്യമായ വിവരങ്ങളില്ലാതെയാണ് ഇവർ റിപ്പോർട്ട് നൽകിയത്. ചൊക്രമുടിയുടെ ഉടമസ്ഥത സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ റവന്യൂ വകുപ്പിനോടും ജൈവ വൈവിധ്യ ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.